ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പം ഈ എ ഗ്രേറ്റർ ദാൻ 0 കഴിഞ്ഞിട്ടൊരു കോളൻ ഇടുക. ഇവിടെ എയുടെ ഒരു വാല്യൂ കൊടുക്കുക. ഈ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രിൻ്റ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. അല്ലെങ്കിൽ എല്ലീഫ് എ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 0 ആണെങ്കിൽ പ്രിൻ്റ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇത് രണ്ടും അല്ലെങ്കിൽ എൽസ് പ്രിൻ്റ് ഇറ്റ് ഈസ് എ 0 എന്നാണ്. അപ്പോൾ ഈഫ് കഴിഞ്ഞ് ഈഫ് കോളൻ, എല്ലീഫ് കഴിഞ്ഞ് കോളൻ, എൽസ് കഴിഞ്ഞ് കോളൻ, ഇത് മൂന്നും ഒരേ ലൈനിലാണ് എഴുതേണ്ടത്. പക്ഷേ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ നിന്നൊരു ഇൻഡൻറ്റേഷൻ ഉണ്ടാവണം, ഒരു സ്പേസ് വേണം. ഈ പ്രിൻ്റ് പറയുമ്പോൾ ഈഫ്, എല്ലീഫ്, എൽസ് കഴിഞ്ഞ് പ്രിൻ്റ് പറയുമ്പോൾ ഒരു സ്പേസ് വിടണം. അതിന് ഇൻഡൻറ്റേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? ഇറ്റ് ഈസ് എ 0 എന്ന് പ്രിൻ്റ് ചെയ്യും. നമുക്ക് നോക്കാം. കണ്ടോ? ഇറ്റ് ഈസ് എ 0 എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി എ ഈക്വൽ ടു 5 ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ശരി. എ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി എ ഈക്വൽ ടു -5 ആണെങ്കിൽ -10. അപ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഈഫ്, എല്ലീഫ്, എൽസ്. ഇനി നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലാണ് വേറെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ എൽസ്. ഈ ഈഫിൻ്റെ ഉള്ളിലാണ് ഈ ഈഫും എൽസും. ഇപ്പം എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പം ഗ്രേറ്റർ ദാനും ആകാം 0 ആകാം. ഇപ്പം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പ്രിൻ്റ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ, എൽസ് ഇറ്റ് ഈസ് എ 0. ഇത് രണ്ടും അല്ലെങ്കിൽ ഈ ഈഫ് ഇത് രണ്ടും അല്ലെങ്കിൽ എൽസ് പ്രിൻ്റ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ എൽസിലേക്ക് പോകും, പ്രിൻ്റ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആദ്യം എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 0 നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. കണ്ടോ? ഇറ്റ് ഈസ് എ 0. അപ്പോൾ ഇതാണ് ഇറ്റ് ഈസ് എ 0. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇതാണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഈ ഈഫും എൽസും ഒരേ ലൈനിൽ വരണം. ഈ ഈഫും എൽസും ഒരേ ലൈനിൽ വരണം. അതിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരിക്കും പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇനി ഈ എ ഈക്വൽ ടു ഒരു 67 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് കിട്ടി. ഇനി എക്ക് വേറൊരു നെഗറ്റീവ് നമ്പർ കൊടുക്കാൻ, -45. അപ്പോൾ എന്ത് കിട്ടും? എ ഈസ് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ട് ചെയ്തത്. ഇതാണ് നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈഫിൻ്റെ അകത്ത് ഒരു ഈഫ് എൽസ് ഉണ്ടാവും. ഈ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ലോജിക്കൽ ഓപ്പറേറ്റർ. ഇപ്പോൾ ഈ 20 ആണെന്ന് വിചാരിക്കുക. ഈഫ് എ ഗ്രേറ്റർ ദാൻ 15 ആണ്, എ ലെസ് ദാൻ 25 ആണ്. അപ്പോൾ പ്രിൻ്റ് വിമൽ ജ്യോതി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിൻ്റ് വിമൽ ജ്യോതി. അപ്പം എ ഗ്രേറ്റർ ദാൻ 15 ആണ്, എ ലെസ് ദാൻ 25 ആണ്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യും. ഇല്ലെങ്കിൽ കേട്ടി ഇതിപ്പം എ നമുക്ക് ഒരു ഗ്രേറ്റർ ദാൻ 15 ലെസ് ദാൻ 25, എ ഈക്വൽ ടു 27 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ വരിക? കേട്ടി എന്നാണ് വരിക. കാരണം എന്താ? ഇത് എ ആൻഡ് ഗ്രേറ്റർ ദാൻ 15 ആണ്, പക്ഷേ ലെസ് ദാൻ 25 അല്ല. ഇനി എ ഈക്വൽ ടു 14 എന്താ ചെയ്യുക? അപ്പോഴും കേട്ടി വരിക. ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് വരിക, എൽസാണ് വരിക. അപ്പം ഇത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെങ്കിൽ മാത്രമേ ഈ പ്രിൻ്റ് വിമൽ ജ്യോതി എന്ന് പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പം എ ഈക്വൽ ടു 17 ആണെങ്കിൽ ഓക്കെ, 17 ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യും. 17 ആണെങ്കിൽ പ്രിൻ്റ് ചെയ്തു, വിമൽ ജ്യോതി എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ.